കഴിഞ്ഞ 4 വർഷമായി കണ്ണൂർ ജില്ലയിൽ ഒരു സവിശേഷമായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലേക്ക് അത് ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി കൂടുകയാണ്. നമ്മുടെ ജില്ലയിലെ 1545 വാർഡുകളിലും ലൈബ്രറി സ്ഥാപിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2022 പാർലമെന്റ് അംഗമായതിനെ തുടർന്ന് ഡോക്ടർ വി ശിവദാസൻ നമ്മുടെ ലൈബ്രറി കൗൺസിലിനോട് സംസാരിച്ച ആദ്യത്തെ ഒരു കാര്യമില്ല, എന്തുകൊണ്ട് എല്ലായിടത്തേക്കും ലൈബ്രറി വ്യാപിപ്പിച്ചുകൂടാ. ഈ ഒരു ആശയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ലൈബ്രറി കൗൺസിൽ ഇത് സംബന്ധിച്ചൊരു വിഷൻ ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നത്. എന്താണ് നമ്മുടെ ലൈബ്രറികളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പഠിക്കലായിരുന്നു ആദ്യം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ലൈബ്രറികൾ ഇല്ലാത്തത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായൊരു കണക്കായിരുന്നു അന്ന് തയ്യാറാക്കി. ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടക്കുന്ന പ്രദേശം ഏത്, അങ്ങനെ കൃത്യമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെയൊക്കെ ആയിരിക്കണം മുൻഗണന നൽകേണ്ടത്. അത് പ്രധാനമായും മലയോര മേഖലയിലായിരുന്നു ലൈബ്രറികളുടെ സാന്നിധ്യമില്ലാത്ത പ്രദേശങ്ങളുണ്ട്. ഇതിനു വേണ്ടി ഒത്തായിരുന്നു സമീപനം. അത് പ്രാദേശിക ഗവൺമെൻറ്റുകളുമായി ചേർന്നിട്ട് ലൈബ്രറി കൗൺസിലും പ്രാദേശിക ഗവൺമെൻറ്റുകളും വിവിധ സംഘടനകളും, അതിൽ കുടുംബശ്രീയുണ്ട്, NSS ഉണ്ട്, അതുപോലുള്ള മറ്റ് ഏജൻസികളെല്ലാം പ്രാദേശിക ഗവൺമെൻറ്റുകളുമായി ചേർന്നുകൊണ്ട് നടത്തിയ നിരന്തരമായ പ്രവർത്തനം. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ ലക്ഷ്യത്തിന് അടുത്തേക്ക് എത്തുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇതിന് നേരത്തെ കൊടുത്തിട്ടുള്ള MP ഡോക്ടർ വി ശിവദാസൻ അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ മന്ത്രി ശ്രീ കടന്നപ്പള്ളിയും ആദ്യം മുതൽ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി നമ്മളെ അടുത്തേക്ക് എത്തുക. അങ്ങനെ നിരവധി പേർ, സംഘടനകൾ, വ്യക്തികൾ ഇവരെല്ലാം ചേർന്ന് നടത്തിയ ഒരു കൂട്ടായ പ്രവർത്തനം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജില്ല എത്തുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന്, അതിൻ്റെ വിശദാംശങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാതല സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്നിവിടെ നടക്കുന്നത്. ഇനി ഈ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിരവധി പ്രമുഖ വ്യക്തികളൊക്കെ പങ്കെടുക്കുമെന്ന് നമ്മളെ അറിയിച്ചതാണ്. പലർക്കും അസൗകര്യം എന്നുള്ളതും അവസാന നിമിഷം അറിയിച്ചത്. വന്നവരെല്ലാം മുന്നേറ്റത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെത്തിയിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് വേണ്ടി ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യം പരാമർശിച്ച നമ്മുടെ എല്ലാ ബഹുമാനപ്പെട്ട കണ്ണൂരിൻ്റെ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ കടന്നപ്പള്ളിയാണ്. കടന്നപ്പള്ളി തുടങ്ങിയ കാലം മുതൽ നമ്മുടെ ഈ പ്രവർത്തനത്തിന് നമ്മോടൊപ്പം നിന്നുകൊണ്ട് അതിന് നേതൃത്വം വഹിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളിയെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ ബഹുമാനപ്പെട്ട MP ഡോക്ടർ വി ശിവദാസൻ അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ബഹുമാനപ്പെട്ട MPയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിലുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ്. ശ്രീമതി KK രത്നകുമാരിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വേദിയിലുള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ വേലായുധേട്ടൻ. വേലായുധേട്ടനെയും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതൊരു വായനക്കാരൻ കൂടിയായിട്ടുള്ള വേലായുധേട്ടൻ നമ്മുടെ ഇരിട്ടി താലൂക്കിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല പിന്തുണ നൽകുന്ന ശ്രീ വേലായുധേട്ടനാണ്. വേലായുധേട്ടനാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. വേലായുധേട്ടനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. വേദിയിൽ നിന്നുള്ളത് പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സുനിൽകുമാർ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സുനിൽകുമാറും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സഹായം നൽകുന്ന, പിന്തുണ നൽകുന്ന പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ സുനിൽകുമാറിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് മാഷ് തുടക്കം മുതൽ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്ന മുഹമ്മദ് അഹമ്മദ് മാഷയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ട്രഷറർ നാരായണൻകുട്ടിയാടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മൂന്ന മാഷയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവരെ കുറയ്ക്കേണ്ടവരാണ്. അവിടെ എഴുതും മാത്രമേ ഉള്ളൂ. പ്രസിഡന്റുമാരെ എല്ലാവരെയും പ്രധാനമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട അതുപോലെ സർക്കാർ എന്നത്തെ പ്രമുഖരൊക്കെ MK മനോഹരൻ ഉൾപ്പെടെയുള്ളവർ അന്വേഷിക്കുന്നത് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിനായി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വേലായുധനെ ആദരപൂർവ്വം ക്ഷണിക്കും. ആദരണീയരായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ടനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവരുടെ വേദിയിൽ ഭൂഷ്ഠനായ സമാനാർത്ഥനായ നമ്മുടെ MP ശ്രീ ഡോക്ടർ ശിവദാസൻ MP അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഏവർക്കും കേൾക്കരിയായ കൊത്തമ്മമാരി അവരുടെ ഏറ്റവും കൂടുതൽ അടുത്ത ആളിന് എന്ന പേര് പറയാൻ പറ്റൂ. അതാണ് സാധാരണ മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടമായ മറ്റ് നിശ്ചയിച്ച പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലും ഉപവിഷ്ടമായ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ മറ്റ് ജനപ്രതിനിധികളെ 2022 ശ്രീ ശിവദാസൻ MP അദ്ദേഹം സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഒരു വലിയ അറ്റംപ്റ്റ് ജില്ലയിലാകെ നടത്തിയ ആ ഒരു അറ്റംപ്റ്റ് ഈ ലൈബ്രറി കൗൺസിലിൽ ഒരു പുതുജീവൻ പാർന്നുകൊണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി ഞാനായിരുന്നു. എനിക്കറിയാം നിങ്ങൾ ഒരുപക്ഷെ ഞങ്ങളൊക്കെ ചെറുതായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ കടന്നപ്പള്ളി ഞാനൊക്കെ ഉണ്ടായിരുന്ന ആ ചെറുപ്പം ആയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ വായനാശീലത്തിൽ കുറേ അധികം മുമ്പോട്ട് പോകുന്ന കാലഘട്ടത്തിൽ വിമൽ പെത്രയുടെ വിലക്ക് വാങ്ങാമെന്ന് പറയുന്നൊരു പുസ്തകം ആ കാലഘട്ടത്തിലെ ഏറ്റവും പത്തായ പുസ്തകമായിരുന്നു. അതിൻ്റെ 1ാം വോള്യം വായിച്ചപ്പോൾ അതിൻ്റെ 2ാം വോള്യം എനിക്ക് വായിക്കാൻ ധൃതി കാണിച്ചപ്പോൾ സഖാവ് KK നാരായണൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു പുറമേജി അദ്ദേഹം എനിക്കതിൻ്റെ 2ാം വോള്യം ഒഴിച്ചു കൊടുത്തത്. ഞാനത് വായിച്ചതിന് ശേഷം പിന്നേക്ക് ഇങ്ങോട്ട് വൃക്കരാജാലെന്ന് കൂലിപ്പോലുള്ള പുസ്തകങ്ങൾ നല്ല മകാലി നോവലിസ്റ്റാണ്. അവൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് ഇങ്ങോട്ട് വായന എൻ്റെ നിത്യചര്യയായി മാറി. അങ്ങനെയാണ് എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് സഖാവ് നായനാരുടെ ജീവചരിത്രം കണ്ട ഒരു 8 പത്രങ്ങൾ ഒരു ദിവസം രാവിലെ വായിക്കും എന്ന് പറഞ്ഞ് ആ ഒരു ദിനചര്യയും കൂടി കണ്ടപ്പോൾ നമ്മൾ വായനാ ലോകത്ത് ആരെങ്കിലും ഇതിനെ പ്രചോദിപ്പിക്കാൻ ആളും വന്നു ചെല്ലും എന്ന രീതിയിൽ ഞാൻ ഇരുകർത്തവ്യ വോട്ടറായി സംസാരിച്ചതാണ് പ്രിയപ്പെട്ട ശ്രീ ശിവദാസൻ MP ഈ ഒരു ദൗത്യവുമായി മുമ്പോട്ട് വന്നത്. മലയാള മേഖലകളിലുള്ള വായനശാലകളില്ലാതെ തന്നെ വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രചോദനം കൊടുക്കപ്പോൾ അതിനുവേണ്ടി പ്രചോദനം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ശ്രമവും ഈ എളിയേറ്റ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജില്ല TK ഗോവിന്ദകുമാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ അഭ്യുദയകാർത്തികളെയൊക്കെ നമ്മുടെ നാട്ടുപുറങ്ങളിലേക്ക് വന്ന് നമുക്ക് വേണ്ട പ്രചോദനം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നടത്തുകയായി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ദൗത്യം ഇവിടെ വന്നപ്പോൾ പ്രൊഫസർ ഓമർ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആൾക്കാർ വന്ന ശേഷം എന്താ മിക്ക ആൾക്കാർ ഇല്ലാത്ത കാര്യത്തിന് മുമ്പൊക്കെ വളരെയധികം ഒരു സങ്കടപ്പാട് തോന്നി. ഏതായാലും ഈ ഒരു ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായ ഒരുപാട് ആൾക്കാർ നല്ല അറിവും ഈ രംഗത്ത് പ്രശോഭിതരായ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെയൊക്കെ മുഷിപ്പിക്കുന്നില്ല. പ്രിയരായ നമ്മുടെ ഇവിടെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികളുടെ സമയവും ഞാൻ കടയുന്നില്ല. നമുക്കറിയാം കന്തുലിയുടെ സമയത്തെക്കുറിച്ച് നമുക്കറിയാവും. അദ്ദേഹം ഒരു ക്രൈസത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ വൈയക്തികമായ ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ മന്ത്രിയുടെ സമയം കളഞ്ഞില്ല. ഈ ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ പ്രിയങ്കരനായ നമ്മുടെ മന്ത്രിയെ ഇത്തടഞ്ഞ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റി ആദരപൂർവ്വം ക്ഷണിക്കുക. നമ്മുടെ ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷനായിരിക്കുന്നു നമ്മുടെ ഈ പരിപാടികൾക്കെല്ലാം തന്നെ രൂപഭാവങ്ങൾ നൽകിയിട്ടുള്ള
നമ്മുടെ ശക്തികേന്ദ്രമായ ഡോക്ടർ ശിവദാസ് അജിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ചേച്ചി, ഞങ്ങൾക്ക് പറയേണ്ട മറ്റേ എഴുത്തുകള ഉടമ നമ്മളാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാൽ മലയാളം അയാൾ അന്നേ ബുദ്ധിൻ്റെ ആയതുകൊണ്ട് സാംസ്കാരിക രംഗത്തേക്ക് അതില്ലാത്തതുകൊണ്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി പങ്കെടുത്ത് എന്തൊരു പത്ത് 2-3 പരിപാടി എരമക്കുറ്റിയെ കുഴിച്ചു വന്ന് തിരിച്ചു വന്ന് പോയ എൻ്റെ അന്ത്യയെക്കുറിച്ച് അറിയപ്പെടും ഇന്നലെ പിള്ളേരും പുറത്ത് പങ്കെടുത്തിട്ടായിരുന്നു. കേരള സദസ് ഇതിനാണ് മുഖ്യമന്ത്രി ആശുപത്രി ചെയ്ത് കേരള സദസ്സിൻ്റെ പരിപാടി ഇല്ലാതെ കത്തിക്കാനാണ്. അല്ലെങ്കിൽ കൂടി അതിശേഷമാണ് ഞാൻ സംസാരിക്കുന്നില്ല. ഇതിന് നമ്മുടെ ഇതുപോലുള്ള നിരവധി സാംസ്കാരിക വൈജ്ഞാനിക പ്രബുദ്ധമായ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സഹപ്രവർത്തന നേതാവുമാണ് പ്രൊഫസർ. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വിരിഞ്ഞു വരുന്ന നിരവധി പരിപാടികൾ നമ്മുടെ ജില്ലക്കകത്ത് മക്കളിടത്തിൽ കൺമുറിയിലും രൂപത്തിൽ ഭാഗത്തിലും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരു സന്ദർഭം നമ്മുടെ ജില്ലയിലെ എല്ലാ വാർഡുകളിലും ഈ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ ഓരോ പദവിന്യാസം അത് തീർച്ചയായും ഒരു വലിയ ഒരു മഹാസംഭവമായി മാറ്റുന്നതിൽ കഴിയുമെന്നൊരു വസ്തുതയാണ്. അതിനുള്ള ശ്രമം നടത്താൻ ഒരു പരിപാടി വേണമെന്ന എൻ്റെ ബഹുമാന്യനായ സുമുഖി ശിവദാസത്തെ ആശയം അതിൻ്റെ സാക്ഷാത്കാരത്തിലേക്കാണ് ഞങ്ങൾ എനിക്ക് കടന്നു പോകുന്നത്. ഇത് സർക്കാർ സമിതി പരിപാടികൾ ഇതെല്ലാം ഒരു ലൈബ്രറി പ്രസ്ഥാനം ഒരു കാലത്ത് കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ പ്രധാനമായ ഘടകമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയും. ആ ഗ്രന്ഥശാല പ്രസ്ഥാനം അതുപോലെ വൈജ്ഞാനിക നീക്കം ഇതൊക്കെ തന്നെ ഇടക്കാലത്ത് ചെറിയൊരു അമീഭാവം സംഭവിച്ചുള്ള വസ്തുതയില്ല. പണ്ട് വായനശാലയ്ക്കും അതിനകത്ത് വാർഷികം എന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറത്തിൽ ഒരു മഹോത്സവമേ വായനശാല വാർഷികം കലാപൂർവ്വം സാംസ്കാരികമായി ഇവിടെ വായനശാലയിൽ തന്നെ ഇല്ല. ഇനി ആ വായനശാലകളുടെ വെളുത്താത്തോത്തനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശിവദാസൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടി. അപ്പോൾ അക്ഷരങ്ങളിലേക്കും വാക്കുകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം ഉണ്ടായിരിക്കും. ഞാൻ അടുത്ത കാലത്ത് ഒരു കമൻറ്റ് കൂടി ഒരു പബ്ലിക്കേഷൻ ഇല്ലായിരുന്നു. ഞാൻ പബ്ലിക്കേഷൻ വേണ്ടേ ഒരു പബ്ലിക്കേഷൻ തന്നെ ഇരുന്നാൽ മതിയോ? ഇരുന്ന് ചെറിയ ബോക്സ് കൊണ്ട് ഇവിടെ അപ്പുറം അവിടെ ആ സ്ക്രീൻ അക്ഷരത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം ചെറിയ അക്ഷരത്തിൽ വായിക്കാൻ കഴിയും, ഹെഡിൻ വായിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ ഹെഡിൻ വായിക്കും. ഹെഡിൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് യാന്ത്രികമായി എവിടെയും ഞാൻ ടച്ച് ചെയ്തേരാ അത് മറിക്കുക. ആ രണ്ടാമത്തെ പേജും ഞങ്ങൾ വായിച്ചു. അപ്പോൾ പറഞ്ഞാൽ കൈ കൊണ്ട് തുറക്കുക, ആരും കൊണ്ട് സ്പെസിഫിക് ഒന്നും ആവശ്യമില്ലാത്ത നിലയിലാണ്. എൻ്റെ കോൺ അവിടെയാണ് രാഷ്ട്രപിതാ മഹാത്മാഗാന്ധി പറയുന്ന വാക്കുകൾ ഞാൻ ഓർക്കുന്നത്. മനുഷ്യൻ്റെ ബൗദ്ധികമായ കഴിവുകളും ശാരീരികമായ കഴിവുകളും നിഷ്ക്രിയമാക്കുന്ന ശാസ്ത്ര സാങ്കേതിക ഭൗതിക ശാസ്ത്രീയത്തിന് വളരെ മാറുമോ എന്ന് പരിചിതനിശ്ചയിച്ച് വരുമെന്ന് പറഞ്ഞ മാതാവിൻ്റെ വാക്ക് ഇന്നലെ വായിക്കുള്ള ഇല്ല. ഈ അപ്പത്തെ റേഷൻ പഠിക്കാൻ ഗതിയില്ലാത്തവനെ കയ്യിൽ 4 വീട്ടിലൊക്കെ ഒരു മുത്തിത്ത ഈ പുത്തനാണ് താൻ. രണ്ട് ദിവസം എൻ്റെ ഓഫീസിൽ തോന്നുന്നു
ഒരു ബയോഡേറ്റ ചെറുക്കൻ്റെ ഏതൊരു KK വിജയപ്രകാശം നടത്തി രാധാകൃഷ്ണൻ ഞാൻ ചോദിച്ചു മോനെ നിങ്ങളുടെ പ്രായമുള്ളൂ അച്ഛൻ്റെ ഇംഗ്ലീഷ് എന്താ അച്ഛൻ ഇംഗ്ലീഷ് ഭാര്യ ഇതൊന്ന് നിന്നെക്കാൾ വലിയ സാധനം ആയി കൊടുത്തു KK രാധാകൃഷ്ണൻ ഞാൻ ചോദിച്ചു മോനെ രാധാകൃഷ്ണൻ എന്ന ബിയത്തെ കാര്യത്തിൽ വല്ല പുസ്തകാംശമായിട്ട് എഴുതും ഇതൊരു വായിക്കുവാൻ അക്ഷരങ്ങളിലൂടെയും വാക്കുകളുടെയും ഉണ്ടാകുന്ന അനവചനീയമായ അനുഭൂതിയും വിശാല വികാരങ്ങളും മറ്റൊന്നാണ് അത് സാധ്യത വേറുന്നാണ് ഇതൊക്കെ നല്ലതല്ലേ ഈ യാന്ത്രികത എവിടെയില്ലാത്ത ഞാനൊരു പ്രജകൾ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചു കാര്യങ്ങൾ ചെല്ലാത്ത ഞാൻ നോക്കാറുണ്ട് ഞാൻ ചിത്രത്തിൽ ജീവിതത്തിൽ വന്നത് രീതി ചെല്ലാത്ത ചില രീതിയിൽ ഒരാധിക്യത്തിനും ഗുണമായിരിക്കണം ഇന്നിപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ചെയ്യുന്നവർക്കും മൊബൈൽ ഉണ്ടാവും അതോക്കെ അതുകൊണ്ട് എന്താണെന്നറിയാം നിങ്ങൾ വായ നമ്മൾ എഴുന്ന് വെച്ചാൽ നിങ്ങൾ അപ്പുറം കൂടി വായനയിൽ ഭംഗിയേ പറ്റും ഇതിലൊന്നും നമുക്ക് നേരെ വയ്ക്കാം വായിക്കാൻ എന്ത് ഭക്ഷണം കൊടുത്തിച്ച് ഇതൊക്കെ കേൾക്കുക പിന്നെ ശിവരാത്രി എല്ലാ വായനശാലയും വിശുദ്ധമായ പുസ്തകങ്ങൾ എത്തിച്ച് ഒത്തുതന്നെയാണ് ആ പുസ്തകങ്ങൾ വായിക്കാനുള്ള സ്വാതന്ത്ര്യം പരമാധികാരം നിങ്ങൾക്ക് നമുക്ക് കിട്ടുമോ ഏതെല്ലാം പുസ്തകങ്ങളാണ് വായിക്കാൻ പറയുക ഏതെല്ലാം പുസ്തകങ്ങളാണ് വായിക്കേണ്ടതെന്ന് പറയുക ഇതൊരു ദൈവത്തിന് മാത്രമാണ് അതുകൊണ്ട് ഏതായാലും ശ്രമങ്ങൾ നടത്തുന്നത് നല്ലത് തന്നെയാണ് ഏതായാലും ശിവദാസൻ്റെ ഈ അർത്ഥബോധം തീർച്ചയായും അത് അമൂല്യമായ ഒരു നിശ്ചയായി നമുക്ക് ചുറ്റാൻ കഴിയും ഇവരെ സംശയമില്ല ജീവിക്കുന്നവർ അത് ഇതെല്ലാം തന്നെ വളരെ ഓഫീസറായിട്ട് അറിയുക ഞാനിങ്ങനെ ഒരു പ്രായം സംസാരിച്ചു മാത്രമേ പക്ഷെ അതുകൊണ്ട് അക്ഷരങ്ങൾ വാക്കുകളും അത് കണ്ണൂർ ജില്ല മാതൃകീയ കേരളത്തിൻ്റെ സാംസ്കാരിക വൈജ്ഞാനിക വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ നിത്യശോഭയാർന്ന കാര്യത്തിൽ ശക്തിയുമായി സേവിച്ചതാക്കുന്നതിന് നമ്മുടെ ഈയുടെ അടുത്തുന്ന സഭയുടെ മാറാകത്ത് ഇത് മാത്രം ഞാൻ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ എല്ലാം നൽകണം ധൈര്യമായ ബന്ധങ്ങൾക്ക് അതിൻ്റെ ഉദ്ഘാടനം ലഭിച്ചതായി അറിയുന്നു മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സുഖാസുഖങ്ങൾ പറയുന്നതുകൊണ്ട് അതെല്ലാം തന്നെ പൂർണ്ണ രൂപത്തെ പ്രാപ്തിയാക്കി നമുക്ക് ഈ കേരളത്തിൻ്റെ സാംസ്കാരിക നവമണ്ഡലത്തിൽ ഒരു മാതൃകയായി പ്രവർത്തിക്കാൻ കമ്പനിയിൽ കഴിയും അതിനുള്ള കരുത്ത ശക്തിയൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് നൽകുന്ന ഞാൻ ഇതിനെ ശ്രദ്ധാപവും എപ്പോഴാണ് ഈ പത്രം കൂടി കാണിച്ചുവിട്ട് എൻ്റെ വാക്കുകൾ സമീപിക്കും ആദരണീയനായ നമ്മുടെ മന്ത്രി പോവുകയാണ്. നമ്മുടെ പ്രേമിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രത്നകുമാരി അവരുടെ ആദരവോടെ ക്ഷണിക്കും. ബഹുമാന്യായ അധ്യക്ഷൻ വേലാരേട്ടൻ, നമ്മുടെ ഇന്നത്തെ ഈ സംഘാടന സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർ, നമ്മുടെ പ്രിയപ്പെട്ട MP ശ്രീ ഡോക്ടർ V ശിവദാസൻ, വേദിയിലെ ലൈബ്രറി കൗൺസിലിൻ്റെ അടക്കമുള്ള നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമാണ് ബഹുമാന്യായ ഡോക്ടർ ശിവദാസൻ MP. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വായനശാലകളുടെ ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല. നമ്മളെടുത്ത് പരിശോധിച്ചാൽ മറ്റൊരു ജില്ലക്കും ഇല്ലാത്ത വിധത്തിൽ, മറ്റൊരു സംസ്ഥാനത്തിനും ഇല്ലാത്ത വിധത്തിൽ നിരന്തരം
വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നമ്മുടെ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ബഹുമാന്യായ മന്ത്രിയും അതുപോലെ അധീക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് വായനയുടെ പ്രസക്തിയെക്കുറിച്ച്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. ഇപ്പം നമ്മൾ സമ്പൂർണ്ണ വായനശാല എന്ന പ്രഖ്യാപനത്തിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓരോ ഗ്രാമപഞ്ചായത്തുകളും ഏറ്റെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും, ഇനി ഏതെങ്കിലും ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ ഒരു സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്താൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാതലത്തിലുള്ള ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജില്ലയെ ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. എല്ലാവിധ പിന്തുണയും ഇവിടെ ബഹുമാന്യായ നമ്മുടെ എംപിയുടെയും പീപ്പിൾസ് മിഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലെല്ലാ പിന്തുണയും നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാരവാഹികളടക്കം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി വരികയാണ്. അപ്പം എല്ലാവരെയും അഭിനന്ദിക്കുന്നതിന് കൂടി അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അത്രമാത്രമാണ് നമ്മുടെ ജില്ലയുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഭിമാനം എന്നുള്ളത്. അപ്പം ഇവിടെ ഈ സംഘാടക സമിതിയെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭാരവാഹികൾ, ഇതിന് ചെയർമാനായി ബഹുമാന്യായ നമ്മുടെ മിനിസ്റ്റർ രാമേന്ദ്ര കടന്നപ്പള്ളി അവർകളാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ വൈസ് ചെയർമാനായിട്ട് രത്നകുമാരി, ജനറൽ കൺവീനറായിട്ട് ബഹുമാന്യായ MP വി ശിവദാസൻ, ഇതിൻ്റെ കൺവീനറായിട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ട്രഷറർ TK ഗോവിന്ദ മാസ്റ്റർ, ഇതിൻ്റെ കോർഡിനേറ്ററായി PK വിജയേട്ടൻ. ഇതാണ് ഇതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അടുത്തായി ആദരണീയരായ MP ഈ ചന്ദ്ര പട്നായക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ യോഗം വിളിച്ചിട്ടുള്ളത് വിപുലമായ ഒരു ബഹുജന യോഗം എന്ന നിലയിലല്ല. നമ്മുടെ പീപ്പിൾസ് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ആളുകളെയും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും വിളിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഏതായാലും ഈ യോഗത്തിൽ ഇവിടെ എന്നാൽ വിവിധ മേഖലകളുടെ പ്രാതിനിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയുക എന്നുള്ളതിനെ കുറിച്ച് രാവിലെ ശില്പശാല ഉണ്ടായി. ശില്പശാല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ചിട്ടുള്ള ശില്പശാല ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് സൂചിപ്പിച്ച് പോകാം. സോ നമുക്ക് 32 പഞ്ചായത്തുകളാണ് ബാക്കി നിൽക്കുന്നത്. 32 പഞ്ചായത്തുകൾ കണ്ണൂർ ജില്ലയിലെ ആകെയുള്ള പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർത്താൽ 32 പഞ്ചായത്തുകൾ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസം 2-ാം തീയതി 4 പഞ്ചായത്തുകളുടെ പ്രഖ്യാപനം നടക്കാൻ പോവാണ്. ഒന്ന് പേരാമ്പൂര് രാവിലെ 9:30, 11 മണിക്ക് പാട്യം, 2 മണിക്ക് കീഴല്ലൂര്, 4 മണിക്ക് അഴീക്കോട് എന്ന നിലയിൽ പ്രഖ്യാപനം നടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ പട്ടുവം പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുണ്ടായി, മട്ടന്നൂർ നഗരസഭ പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുണ്ടായി. ബാക്കി സ്ഥാപനങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന നിലയിൽ പോകുമ്പോൾ ചില പഞ്ചായത്തുകളിൽ ഇപ്പോൾ 1 വാർഡ് 2 വാർഡിലൊക്കെയാണ് വായനശാലകളില്ലാത്തത്. അപ്പോൾ അതിന് നമുക്കിത് സാധ്യമാവണമെങ്കിൽ ഇതിനൊരു പൊതുബോധമാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിയണം. അതിനിവിടെ വന്നിട്ടുള്ള ആളുകളുടെ അതിശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്ന്, സ്വന്തം പഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തുമ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് എങ്കിലും നമുക്ക് കഴിയുമ്പോൾ കരിവൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നാട്ടുകാരെ അറിയിക്കാൻ ഫേസ്ബുക്കിലൂടെ നവമാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കുക. അതിനൊപ്പം സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന ആളുകളല്ലല്ലോ നമ്മൾ. നമുക്കപ്പുറത്തുള്ള ഈ നാട്ടിലെ
നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിലും വായനശാലകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ അവിടങ്ങളിലും വായനശാല പ്രവർത്തനം വിജയിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം പങ്കുവെക്കുന്ന നിലയിൽ എല്ലാ വാർഡിലും വായനശാല എന്ന പുതുമുദ്രാവാക്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ പറ്റുന്ന നിലയിൽ ഈ സംഘാടക സമിതിക്ക് പ്രവർത്തിക്കാൻ കഴിയെടുത്തിട്ട് കേവലം ഭാരവാഹികൾ മാത്രമല്ല, ഇവിടെ പ്രസ് ക്ലബിൻ്റെ കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. പ്രസ് ക്ലബിൻ്റെ ഭാരവാഹിയായിട്ടുള്ള സുനിൽകുമാർ ഇവിടെ ഇരിക്കുകയാണ്. കണ്ണൂരിലെ വ്യാപാര വാണിജ്യ രംഗത്ത് ഇടപെടുന്ന ആളുകൾ, വ്യക്തികൾ, സാമൂഹ്യ സന്നദ്ധയിൽ ആളുകൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ട്രഷറർ നാരായണൻ ഇവിടെ ഇരിക്കുകയാണ്. നമ്മുടെ പ്രസിദ്ധീകരണ മേഖലയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് സാഹിബ് പോലുള്ള ആളുകളുടെ പിന്തുണ പറഞ്ഞറിയിക്കാനാവുന്നതാണ്. പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വേദിയിലിരിക്കുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ ശക്തമായ നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ വേദിയിൽ ഇരിക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കേരളത്തിന് മാതൃകയാവുന്ന നിലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള ജില്ലാ പഞ്ചായത്തും അതിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ മാതൃകയാണ് പ്രവർത്തനങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയും എല്ലാം ചേർത്ത് വെച്ച് പോകുമ്പോൾ അഭിമാനത്തോടുകൂടി എൻ്റെ ജില്ലയിൽ എല്ലാ വാർഡിലും വായനശാലയുണ്ട് എന്ന് പറയാൻ പറ്റുന്നതിലേക്ക് നമുക്ക് മാറണം. ഇത് കേവലമായി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനമല്ല, ഈ നാടിൻ്റെ എല്ലാവരെയും, നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിൽ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ഒരു അഭിമാന ആയിട്ട് അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. കേരളം സാക്ഷരതയിൽ 1ാം സ്ഥാനത്താണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അഭിമാനമുണ്ട്. കേരളം ആരോഗ്യ മേഖലയിൽ 1ാമതാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന അഭിമാനം, കേരളം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിലാണ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന അഭിമാനം, കേരളത്തിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ് എന്ന് പറയുമ്പോഴുണ്ടാവുന്ന അഭിമാനം, ആ അഭിമാനത്തിനോടൊപ്പം ചേർത്ത് വെക്കാൻ എൻ്റെ കണ്ണൂർ, എൻ്റെ ജില്ല ഇന്ത്യയിൽ ഏറ്റവും വായനശാലകളുള്ള ജില്ലയാണ് എന്ന് പറയാനും 1000 ആളുകൾക്കൊരു വായനശാല എന്ന നേട്ടത്തിലേക്ക് എൻ്റെ നാട് നടന്നെടുക്കുകയാണ് എന്ന് പറയാൻ പറ്റുന്നതിലേക്ക് നമുക്ക് മാറണം. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ, നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ ഇതിനെക്കുറിച്ചുള്ള സർവ്വപരിതമായിട്ടുള്ള കുറിപ്പുകൾ നിങ്ങൾ എഴുതാൻ സന്നദ്ധരാവണമെന്നുള്ളതാണ് 1ാമത്തെ അഭ്യർത്ഥന. നിങ്ങളുടെ അനുഭവങ്ങൾ, കരിവള്ളൂരിൽ എങ്ങനെയാണ് എല്ലാ വാർഡിലും വായനശാലകൾ സ്ഥാപിച്ചത്, എങ്ങനെയാണ് കതിരൂരിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് നമുക്ക് പന്നിയൂരിൽ എല്ലാ വാർഡിലും വായനശാലകൾ സ്ഥാപിക്കാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് കണ്ണൂർ മണ്ഡലം സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം നടത്തിയത്, എങ്ങനെയാണ് ധർമ്മടത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്, എങ്ങനെയാണ് ഏറ്റവും കുറവ് വായനശാലകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തുകളിൽ ഒന്നായിരുന്ന 6ാം പഞ്ചായത്ത് എല്ലാ വാർഡിലും വായനശാലകളുള്ള പഞ്ചായത്തായി മാറിയത്, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓരോ ആളുകളും നിങ്ങളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ടുള്ള കുറിപ്പുകൾ നിങ്ങൾ എഴുതണം. ആ എഴുത്ത് ഈ നാട് വായിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും ഏതേതെല്ലാം ഭാഷകൾ നിങ്ങൾക്കറിയുമോ ആ ഭാഷകളിലെല്ലാം നിങ്ങൾ എഴുതുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെട്ടുള്ള കമ്മിറ്റി, നമ്മുടെ ആദരണീയനായ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതല എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും അതിൻ്റെ ഭാരവാഹികളായി നിൽക്കേണ്ടുന്ന ആളുകളാണ്. ഓഫീസ് സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുണ്ട്. അതിനോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ, അതിൻ്റെ ചുമതല രംഗത്തുള്ളവർ, നമ്മുടെ വായനശാല രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അതുപോലെ NSS നാഷണൽ സർവീസ് സ്കീം, നമ്മുടെ സ്റ്റുഡൻറ് പോലീസ് കോർപ്സ്, അതിനൊപ്പം നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള മിഷനുകൾ, അവരുടെയൊക്കെ സഹായവും സഹകരണത്തോടും കൂടി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് വേണ്ടത്. നവംബർ മാസം 1-ന് മുമ്പായി പരമാവധി സ്ഥലങ്ങളിൽ വായനശാല സ്ഥാപിക്കുന്നതിന് നമുക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. ഇതിനിടയിൽ ഒക്ടോബർ 2 കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ പട്ടുവത്തിൻ്റെ പ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന് കരുതുകയാണ്. ഈ 2-ാം തീയതി സായിനാഥാണ് വരുന്നത്. ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ അതിപ്രശസ്തനായിട്ടുള്ള പത്രപ്രവർത്തകർ ഒരാൾ. സായിനാഥ് 2-ാം തീയതി വന്ന് 1-2 തീയതിയിൽ കണ്ണൂർ ജില്ലയിലെ വായനശാലകളിലൂടെയുള്ള സായിനാഥിൻ്റെ പര്യടനം തീർച്ചയായും കണ്ണൂരിലെ ജനങ്ങളെ ആകെ ഇൻസ്പയർ ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് കണക്കൂട്ടുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ വട്ടുവും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പ്രഖ്യാപനത്തിന് വേണ്ടി സമാനമായ നിലയിൽ നമുക്ക് ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അവിടങ്ങളിൽ പ്രാദേശിക സംഘാടക സമിതി ഇപ്പോൾ തന്നെ രൂപീകരിക്കുക എന്നതിലേക്ക് പോകണം.
പ്രാദേശിക സംഘാടന സമിതികൾ രൂപീകരിച്ച് ആ ഉദ്ഘാടനത്തിൻ്റെ മറ്റൊരുക്കങ്ങളെല്ലാം നിർവഹിച്ചു വെക്കണം. ഉദ്ഘാടനം നടക്കുന്ന സ്ഥലങ്ങളിൽ ഓരോ വായനശാലയും അവരവരുടെ ബാനറിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിലയുണ്ടാവണം. ആ ബാനർ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുകയും വേണം. കാരണം മലയാളികൾ മാത്രം വായിച്ചാൽ പോരാ, ആ ബാനർ ഈ സംസ്ഥാനത്തിന് പുറത്തുള്ളവരും വായിക്കാൻ പറ്റുന്ന നിലയിലായിരിക്കണം നമ്മൾ രൂപകൽപ്പന ചെയ്യാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താത്തത്. തീർച്ചയായും നിങ്ങളുടെ ഈ ആലോചനകൾ നമ്മുടെ ഈ ആലോചനാ യോഗം, സംഘാടക സമിതിയുടെ രൂപീകരണ യോഗം, ഇതിൻ്റെ തുടർച്ചയിൽ വിപുലമായിട്ടുള്ള യോഗം വിളിക്കുകയും ആ വിപുലീകൃത യോഗം തയ്യാറെടുപ്പുകളെ കുറിച്ചുള്ള ആലോചനകൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജില്ലയിലെ സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ പോകേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കും. അതിനു മുന്നോടിയായി താലൂക്ക് തല പ്രഖ്യാപനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. താലൂക്ക് തല പ്രഖ്യാപനത്തിൽ ഇപ്പോൾ തലശ്ശേരി താലൂക്കിൽ 34 വായനശാലകൾ മാത്രമാണ് സ്ഥാപിക്കാൻ ബാക്കിയുള്ളത്. 34. ആ 34 10 വായനശാലകൾ നമ്മുടെ തലശ്ശേരി നഗരസഭക്കകത്താണ്. 6 വായനശാലകൾ പാനൂർ നഗരസഭക്കകത്താണ്. 10 വന്ന് 16. 16 കഴിഞ്ഞാൽ ബാക്കി വരുന്ന 19 വായനശാലകളാണ് പുറത്തു നിൽക്കുന്നത്. അതിൽ 4 വായനശാലകൾ കുന്നോത്തുപറമ്പിലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ തലശ്ശേരി താലൂക്കിന് പെട്ടെന്ന് തന്നെ പാനൂരും തലശ്ശേരിയും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി താലൂക്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. തലശ്ശേരി ഇരിട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരിട്ടി താലൂക്കിലെടുക്കുമ്പോൾ ഉളിക്കൽ പഞ്ചായത്തിൽ പുറകിൽ നിൽക്കുകയാണ്. അയ്യക്കുന്നിൽ 9 വായനശാലകളുടെ കുറവ് നിൽക്കുകയാണ്. അതുപോലെ ഉളിക്കൽ, അയ്യക്കുന്ന്, കൊട്ടിയൂർ 11 വായനശാലകളുടെ കുറവ് നിൽക്കുകയാണ്. നമ്മുടെ ഇരിട്ടി നഗരസഭയിൽ 9 വായനശാലകളുടെ കുറവ് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ആറളം പോലുള്ള സ്ഥലത്ത് പൂർത്തീകരിക്കപ്പെട്ടു, ആറളം കണിച്ചാൽ കേരളത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ ഈ പറയുന്ന 4 ഇടങ്ങളിൽ നമ്മൾ കുറച്ച് പുറകിൽ നിൽക്കുകയാണ്. പക്ഷേ ഇരിട്ടി നഗരസഭയുടെ ചെയർപേഴ്സൺ ചെയ്തിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നഗരസഭ തന്നെ പണം വെച്ച് വായനശാലയും പുസ്തകവും മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്ന മാതൃകാപരമായി പ്രവർത്തനം നടന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ മട്ടന്നൂർ നഗരസഭയും പണം വെച്ച്, നഗരസഭ പണം വെച്ച് രൂപീകരിച്ച് രജിസ്ട്രേഷൻ ചെയ്യാത്ത വായനശാലകൾക്ക് ഉൾപ്പെടെ പുസ്തകവും അലമാരിയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവരും തീരുമാനിക്കുകയും നൽകുകയും ചെയ്തു. അപ്പോൾ അവിടെ നല്ലൊരു മാറ്റം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പുറത്ത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുസ്ലിമിൻ്റെ സംശയം അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നല്ലേ. പട്ടു മുസ്ലിമിൻ്റെ സംശയം അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അത് എനിക്ക് തോന്നി. അത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാനോട് ചോദിച്ചാൽ എങ്ങനെയാണ് അവർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതെ, പിന്നെ പ്രയാസങ്ങൾ വരുന്നില്ലോ. അപ്പോൾ അതിങ്ങനെയാണ് പുതിയതായി. കാരണം പുതിയതായി ഒരു വായനശാല തുടങ്ങണമെങ്കിൽ ആ അഫിലിയേഷൻ കിട്ടുന്നവർ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ, പുതിയതായി തുടങ്ങുക. അപ്പോൾ അത് പ്രായോഗിക പ്രശ്നങ്ങൾ അതിനകത്ത് വരുത്തില്ല. അപ്പോൾ ഇനി ഇപ്പുറത്തെ ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ, പയ്യന്നൂർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മാടായിയാണ്. മാടായിയിൽ അവിടെ 9 വാർഡുകളിൽ വായനശാലകളില്ല. മാടായി കുറച്ച് പ്രയാസം വലിയ ഒരു സ്ഥലമായിട്ടാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ NSSൻ്റെ സീനിയർ മാർക്സ് ബോർഡിൽ ഇരിക്കുന്നുണ്ട് കൈതൊക്കെ. അപ്പോൾ NSS വളരെ തീവ്രമായ നിലയിൽ തന്നെ അല്ലേ മാഷെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വലിയ നിലയിൽ തന്നെ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ശില്പശാല നടത്തിയ NSS. ആ ശില്പശാലയിൽ അധ്യാപകർ കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലയിലെ അധ്യാപകർ പങ്കെടുത്തുള്ള ശില്പശാലയിൽ അവർ ചുമതല കൊടുത്തു. ഒരു വാർഡിൻ്റെയും ചുമതല അവർ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് മാടായി അവരത് പ്രവർത്തനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് കണ്ണൂർ താലൂക്കിലേക്ക് വരുമ്പോൾ മാട്ടൂർ പഞ്ചായത്തിലാണ് നമ്മൾ ഏറ്റവും ബലം നിൽക്കുന്നത്. മാട്ടൂർ, വളവട 2 പഞ്ചായത്തിൻ്റെയും പ്രത്യേകത ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ന്യൂനപക്ഷ സാന്ദ്രത ഏറിയിട്ടുള്ള പഞ്ചായത്താണ്. ന്യൂനപക്ഷങ്ങൾ ജനവിഭാഗവും ആദിവാസി ജനവിഭാഗവും താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് വായനശാലകൾ വളരെ പിറകിൽ എന്നുള്ളത് അടയാളപ്പെടുത്തുന്നതാണ്. അവിടെങ്കിലും NSSൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുണയും ഒരു ഇടപെടൽ കൂടി ഉണ്ടാവുകയാണ് അത് സാധ്യതയാക്കാൻ പറ്റുക. കണ്ണൂർ മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരിൻ്റെതാണ് മാട്ടൂർ വരുന്നത്. കണ്ണൂരിൻ്റെ ആണ് മാട്ടൂർ വരുന്നത്. അത് കഴിഞ്ഞാൽ കണ്ണൂർ എത്തുന്ന സമയത്ത് നമ്മൾ കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ട്. അതിൽ പുഴാതി, പള്ളിക്കുന്നും പിറകിൽ കിടക്കുകയാണ്. അത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. പുഴാതി, പള്ളിക്കുന്നും അപ്പുറത്ത് വളപട്ടണം, മാട്ടൂരും കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ നഗരസഭ പൂർത്തീകരിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് കണ്ണൂർ ജില്ലയുടെ. തളിപ്പറമ്പ് എടുത്തു കഴിഞ്ഞാൽ തളിപ്പറമ്പിൻ്റെ ആലക്കോട് മേഖല, ആലക്കോട്, ഉദയഗിരി പൂർത്തീകരിച്ചിരുന്നു. പക്ഷേ ആലക്കോട് പൂർത്തീകരിക്കാനായിട്ടില്ല. ആലക്കോട് ഇപ്പോഴത്തെ മേഘപ്പുഴാണ് പ്രയാസമായി നിൽക്കുന്നത്. പക്ഷേ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള കേരളക്കുറവിക്ക് മുമ്പായി പരമാവധി പഞ്ചായത്തുകളെ പൂർത്തീകരിക്കാൻ പറ്റുന്ന നിലയിലുള്ള ആലോചനകളാണ് നമ്മൾ നടത്തേണ്ടത്. അപ്പോൾ
ഈ കേരളപ്പിറവിക്ക് മുമ്പായി ഏതൊക്കെ താലൂക്കുകളിൽ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്താൻ പറ്റും എന്നുള്ള ശ്രമം നമ്മൾ നടത്തണം. അതിന് ഇവിടെ വന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർ അതുപോലെ മറ്റാരെയും പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി പി കെ വിജയൻ ദേവഗുരു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യോഗം അവസാനിപ്പിക്കാം. Indra Limolot, Setpa, Hidokes, Salgue, Poli, Pureo. അടുത്തതായി നമുക്ക് കണ്ണൂർ മലയോര മേഖലയിലൊക്കെ തന്നെ നമുക്ക് ഈ രംഗത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രചോദനം നൽകുന്ന പ്രവർത്തനവുമായി കൂട്ടുപോക്കാൻ ശ്രീ ടി കെ പൂവിൻ്റെ മാസ്റ്റർ അദ്ദേഹത്തെ അത് മുന്നോട്ട് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രീതിയിലുള്ള മുമ്പേക്കുന്ന ഡോക്ടർ സുദാസൻ എ പി വളരെ പ്രതിത്വമായി നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ലൈബ്രറി സ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പീപ്പിൾസ് മിഷൻ രൂപീകരിച്ചപ്പോൾ ചില ആളുകളെ അല്ല നമ്മളെ നോക്കിയത് അത്ഭുതത്തോടെ നോക്കിയവരുണ്ട്, അല്പ പരിഹാസത്തോടെ നോക്കിയവരുണ്ട്, എന്നാൽ വളരെ അതിശയോക്തിയോടെ നോക്കി കണ്ടവരുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമുക്ക് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയിട്ടുള്ള പിന്തുണയാണ് ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ആവേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇരിക്കുന്ന ഈ നിലയിൽപ്പെട്ട മുഴുവൻ ആളുകളും ഇപ്പം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേറൊക്കെ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വളരെ ആവേശത്തിലാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു വൻനില എല്ലാ മേഖലയിലും പ്രാഗൽഭ്യമുള്ള ആളുകൾ നമ്മുടെ ഈ ഉദ്ദേശത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില ആളൊക്കെ പരിഹാസത്തോടെ നോക്കിയവരും ഉണ്ട്. ഇത് നടക്കുമോ, പ്രായോഗികമാണോ, ഇത് വെറുതെ പറയുന്നതല്ലേ എന്നൊക്കെ കമൻ്റ് ചെയ്യുന്ന ആളുകളും ഇല്ലാതില്ല. പക്ഷേ നമ്മളിതിന് പ്രവർത്തനമായി മുന്നോട്ട് വരുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന തുണിയാണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് നമുക്ക് പ്രഖ്യാപിക്കാൻ ഉള്ളത്. അല്പം പ്രയാസം പിടിച്ച ചില പ്രദേശങ്ങളുണ്ട് എന്ന് ഞങ്ങൾക്കും അറിയാം, അതെല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും അവിടെ ഈ വായനശാലകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അപ്പം നവംബർ 1 ഒട്ടും വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ ചിലത് എവിടെയെങ്കിലും ഭാഗ്യം വന്നേക്കാം. അതുകൂടി നമുക്ക് ഈ വർഷം തന്നെ പൂർത്തിയാക്കിയിട്ട് കണ്ണൂർ ജില്ല ഒരു സമ്പൂർണ്ണ വായനശാലകളുടെ ജില്ലയായി പ്രഖ്യാപിക്കാൻ സാധിക്കണം. തീർച്ചയായും ഓരോ കണ്ണൂർക്കാർക്കും അഭിമാനിക്കാൻ കഴിയുന്നതാണ് അത്തരം ഒരു ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ. തുടർന്ന് നമുക്ക് ഈ പ്രവർത്തനം ഇതുകൊണ്ട് അവസാനിച്ചു. അപ്പോൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നാണല്ലോ പിന്നെ അടുത്ത ചോദ്യം. പിന്നെ തുടർ പ്രവർത്തനമുണ്ട്. ആ തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് വായനശാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാപിക്കപ്പെട്ട വായനശാലകൾക്കെല്ലാം ലൈബ്രറി കൗൺസിൽ അഫിലിയേഷൻ നേടിയെടുക്കുകയും തുടർന്ന് എല്ലാവരുടെ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി അത്തരം വായനശാലയെ മാറ്റിയെടുക്കുകയും ചെയ്യാനുള്ളത് നമ്മുടെ തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിനിപ്പോൾ ശിവദാസൻ എത്തി എന്നുള്ള നിലക്ക് ഒരുപാട് സഹായം വായനശാലകൾക്ക് നൽകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ തുടർ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിലുള്ള തുടർ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായകരമായിട്ടുള്ള ലാപ്ടോപ്പുകൾ, പുസ്തകങ്ങൾ, കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ശിവദാസൻ MP എന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ ഫണ്ടും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മേഖലയിൽ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു.
അതുതന്നെയാണ് നമ്മൾ സമ്പൂർണ്ണ ജില്ലാ ലൈബ്രറി ജില്ലയായി പ്രഖ്യാപിച്ചാലും ഈ പ്രഖ്യാപിക്കപ്പെട്ട ലൈബ്രറികളൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക. അതിൻ്റെ പ്രവർത്തനം നാനാ മേഖലയിലും ഗ്രാമപ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നത് നമ്മുടെ തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നമ്മളെ ഈ പീപ്പിൾസ് മിഷൻ എന്ന് പറയുന്നത് സമ്പൂർണ്ണ ലൈബ്രറി സ്ഥാപിക്കുന്നതോടുകൂടി അതിൻ്റെ പ്രവർത്തനം അവസാനിക്കുന്നില്ല. തുടർന്ന് ഈ സമ്പൂർണ്ണ ലൈബ്രറികളൊക്കെ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിനും പരമാവധി ജനങ്ങളെ അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും മറ്റെല്ലാ സ്കില്ലും വളർത്തിയെടുക്കുന്നതിന് നമുക്ക് ഈ വായനശാലകളെ മാറ്റിയെടുക്കാൻ വേണം. അതിൻ്റെ പ്രവർത്തനം നിത്യമായിട്ട് മാറും. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് സമ്പൂർണ്ണ ലൈബ്രറി പഞ്ചായത്ത് ജില്ലയായി പ്രഖ്യാപിക്കലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ പ്രേരണയായിട്ടുള്ള നമ്മുടെ അസിസ്റ്റൻ്റ് ആളുകൾക്കുണ്ട്. ഈ പറയുന്ന ആളുകളെല്ലാം ഉണ്ട്. നമ്മുടെ സുനിത മഹം ഉണ്ട്, അതുപോലെ തന്നെ മുഹമ്മദ് വാഷിദ്, പത്ര കേന്ദ്രത്തിൻ്റെ തൊഴിലുണ്ട്, അതുപോലെ ലൈബ്രറി കൗൺസിൽ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ ചില ലൈബ്രറി കൗൺസിലുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭാരവാഹികളും സ്ഥാപനങ്ങളും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നത്. അത് എത്രയും വേഗം വിജയം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ ഈ പ്രഖ്യാപനത്തിന് ഇപ്പോൾ സായിനാഥ് ബന്ധങ്ങളുടെ പ്രഖ്യാപനമുണ്ട്. തുടർന്ന് ഇത്തരം സന്ദർഭം ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾക്കും അതുപോലെ തന്നെയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. അടുത്ത വിജയത്തിന് നമ്മളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അദ്ദേഹത്തെ ക്ഷണിക്കാം. പ്രിയപ്പെട്ടത്, ഇന്ന് നമ്മുടെ ലൈബ്രറി പ്രവർത്തകരുടെ ഒരു വർക്ക്ഷോപ്പ് രാവിലെ മുതൽ വൈകിട്ട് വരെ നടക്കുകയുണ്ടായി. ജില്ലയിലെ 51 ലോക്കൽ ബോഡികളിൽ നിന്നുള്ള നേതൃസമിതി കൺവീനർമാരുടെ ഒരു വർക്ക്ഷോപ്പാണ് ഇത് രാവിലെ മുതൽ നടന്നത്. അതിലെ ഒരു അജണ്ട ഇതായി സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനത്തിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ലൈബ്രറി 2-ാം തീയതി സായിനാഥ് വന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതിലൂടെ പരാമർശിച്ചു. രാവിലെ 9:30 നമ്മൾ ജയരാഘവത്തിന് തുടങ്ങി. അടുത്തത് 11:00 പാട്യത്തേക്ക് വരുന്നു, 2:30 മണിക്ക് തിരുവല്ലൂർക്ക് വരുന്നു, 4:00 ഇവിടെ അഴീക്കോട് സമാപിക്കുന്നു. ഇനിയിപ്പം ബാക്കി വരുന്ന പഞ്ചായത്തുകളിൽ മഡൂർ മുനിസിപ്പാലിറ്റി തയ്യാറായി കഴിഞ്ഞു, ചിറക്കൽ പഞ്ചായത്ത് തയ്യാറായി കഴിഞ്ഞു, പഡ്ഡൂർ ഇതിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. അടുത്തത്തെ നമ്പർ നോക്കി വളരെ കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 1, 2, 3 എണ്ണമുള്ള വാർഡുകളുള്ള പഞ്ചായത്തുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഏരുവിശി പഞ്ചായത്ത് ഒറ്റ വാർഡ് മാത്രമേ ഉള്ളൂ. കടന്നപ്പള്ളി പാണപ്പുഴ ഒറ്റ വാർഡേ ഉള്ളൂ. 2 വാർഡുകളിൽ തൊട്ടടുത്തുണ്ട് നമ്മുടെ കുഞ്ഞുമംഗലം പഞ്ചായത്ത്. ഇങ്ങനെ ഓരോ താലൂക്ക് അടിസ്ഥാനത്തിൽ ഏതൊക്കെ അയക്കുന്ന കണക്കാക്കി പയ്യന്നൂരെത്തുമ്പോൾ ഏറ്റവും പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന പയ്യന്നൂരാണ്. അതിനോട് മാടായി അവിടെ ഉണ്ട്, വലിയ നമ്പർ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ബാക്കി 3 3, 2 ഉണ്ട്, ഇത്രയുള്ള ഉപയോഗത്തില്ല. അപ്പോൾ ഒരു പഞ്ചായത്താണ് അവർ കുറച്ചൊരു ടാസ്ക് കേന്ദ്രീകരിച്ച് അവിടെയാണ് നമ്മുടെ കുടുംബശ്രീയും NSS അതുപോലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ പിൻബലത്തോടു കൂടി നടത്താൻ പറ്റുന്നത്. രണ്ടാമത് വരുന്നത് നമ്മുടെ തലശ്ശേരി താലൂക്കാണ്. 5 ലോക്കൽ ബോഡികളാണ് നമ്മുടെ ബാക്കി. അതിലൊന്ന് തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെറിയ നമ്പറാണ്, ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെ ആലോചിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അതുപോലെ പാനൂർ മുനിസിപ്പാലിറ്റിയാണ്, അവിടെ കുറച്ച് നമ്പറുണ്ട്, 10ഓളം ഉണ്ട്. അത് വേഗം ചെയ്യാൻ ആവശ്യമാണ്. തലശ്ശേരിയിൽ അതിൻ്റെ വലിയ മുന്നേറ്റം നടക്കുന്നുണ്ട്. കണ്ണൂർ ഇരട്ടിയിൽ വളരെ കുറച്ച് ബാക്കിയുണ്ട്, 4 പഞ്ചായത്തുണ്ട്. പക്ഷെ ഉള്ളടക്കം കുറച്ചുണ്ട്. ഈ പറയുന്ന അയ്യമുദ്ദായാലും കൊട്ടിയൂരായാലും പിന്നെ ഇരട്ടി മുനിസിപ്പാലിറ്റി നമ്മുടെ ഒരു 3-4 സ്ഥലത്ത് അവിടെ ബാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ സമയബദ്ധമായി ചെയ്യും. ചിലയിടത്ത് ചില ബുദ്ധിമുട്ടുകൾ, പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിലൂടെ എന്തൊക്കെ ചെയ്യണം, ആ രീതിയിലുള്ള അഭിപ്രായം എന്താണ് വന്നത്. ഏതായാലും നമുക്ക് ഒക്ടോബർ മാസം ഇത് പൂർണ്ണമായും ഈ പ്രവർത്തനങ്ങളിലേക്ക് മുഴുക അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ രൂപീകരിച്ച് ഇവിടെ ഭാരവാഹികൾ മാത്രമേ ഇവിടെ പ്രഖ്യാപിച്ചുള്ളത്. അതിന് വിവിധ സബ് കമ്മിറ്റികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സംഘടനകളുടെയൊക്കെ പ്രതിനിധികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സബ് കമ്മിറ്റികൾ കൂടി ഇതിനെ തുടർന്ന് പ്രവർത്തിക്കലും അതിന് നേതൃത്വം കൊടുക്കലും സമയബന്ധിതമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മറികടക്കാൻ നമുക്ക് കഴിയും.
കാരണം അതിൻ്റെ ഒരു പിൻബലം എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ്. നമ്മുടെ എല്ലാ സാമൂഹ്യ സംവിധാനങ്ങളും നമ്മുടെ കൂടെ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബശ്രീ ആയാലും NSS ആയാലും അതുപോലുള്ള ലോക്കൽ ബോഡികൾ എല്ലായിടത്തും നല്ല പിന്തുണകളൊക്കെ ചെയ്ത് ഇപ്പോൾ അടുത്ത് തന്നെ ജില്ലാ കളക്ടർ തന്നെ ഇങ്ങനെ പ്രഖ്യാപിക്കാത്ത ലോക്കൽ ബോഡികളിലെ അധ്യക്ഷന്മാരുടെ യോഗം ജില്ലാ കളക്ടർ തന്നെ MPകളിൽ പങ്കെടുത്തു. കൊയിന്ന മാഷം ഞാനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ പോസിറ്റീവായി കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുക നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലായാലും തുടങ്ങുക, കുറച്ച് പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ആരംഭിക്കുക. ഒരു കൊല്ലം തൊട്ടാണ് ലൈബ്രറി കൗൺസിലേക്ക് അഫിലിയേഷൻ എടുത്തത്. അപ്പോൾ ഒന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഈ സമയത്ത് നമുക്കിതെല്ലാം നേടിയെടുക്കാൻ എല്ലാവരും ഇത് മനസ്സിൽ കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിയേ പറ്റും. സ്നേഹമുള്ളവരെ, നമസ്കാരം. എൻ്റെ സഹപ്രവർത്തകനായ മറ്റ് രാമേന്ദ്രൻ കടകപ്പള്ളി ഇവിടെ നിന്ന് പ്രസംഗം തുടങ്ങിയത് എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒത്തിരിയായില്ല, അതിൻ്റെ വിഷമം ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, ഇതാ ഒരു പുച്ഛജീവി കൂടെ ഇരിക്കുന്നത് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജനപ്രിയ നായകനാണ്. ഞാനാകട്ടെ ഏതോ ഒരു ജീവിയാണ്. ഇപ്പോഴും അദ്ദേഹം ജനപ്രിയ നായകനായി നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായി കേരളത്തിൽ ആദരവോടെ നിൽക്കുമ്പോൾ എന്നെപ്പോലുള്ള ചിലർ ഇങ്ങനെ ഏതോ ചില ജീവികളായി ജീവിച്ചു വരുന്നു എന്നൊരു സത്യം എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ എനിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരവസരം എന്ന് പറയുന്നത് ഞാനൊരു സാന്താൽ പണിക്കാപ്പനാണ് എന്നതാണ്. ഇവിടേക്ക് നിൽക്കുന്ന വേലായുധൻ പ്രാക്കളി അങ്ങേ അറ്റത്തിരിക്കുന്ന സുനിൽ മെഹെ ഒരു കണക്കിന് എൻ്റെ ഗുരുക്കന്മാരും ശിഷ്യന്മാരുമാണെന്ന് ഞാൻ അഭിമാനത്തോടെ ആക്കുകയും. ഇവിടെ ഇപ്പോൾ ഞാൻ കൂടുതൽ വാക്കുകളൊന്നും പറയുന്നില്ല, ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇവിടെ നടക്കുന്ന സാക്ഷരതാ മിഷൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകോത്തരമായി. അവിടെ MP ഒക്കെ തന്നെ ജീവിതത്തിൽ, നമ്മുടെ മാനവിക ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരാളാണ് നമ്മുടെ. അതേപോലെ തന്നെ ഉന്നയിക്കുന്ന ഈ ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനം മുഴുവൻ തന്നെ വിജയത്തിനാവട്ടെ, ഉദയത്തിനാവട്ടെ, ഗോപിനാഥത്തിനാകട്ടെ, ആരായും തന്നെ അവരൊക്കെ തന്നെ പിൻനിരയിൽ നിന്നുകൊണ്ട് മുൻനിരയിൽ നമ്മുടെ വായനയെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയ ചീന രക്തസാക്ഷികളാണ് എന്ന് വെച്ചിട്ട് എനിക്ക് അഭിമാനം. ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, അവരെയൊക്കെ സഹായിക്കുന്ന വിധത്തിൽ ആരെവിടെയാണ് ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ ആവശ്യമുണ്ടോ ആ പുസ്തകങ്ങൾ നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് പുറത്തുവയ്ക്കാൻ പ്രസംഗം. അത് കേവലമായ ഒരു വാഗ്ദാനവുമല്ല. കാരണം ഞാൻ അധ്യാപകനായ സമയത്ത് സർവകലാശാലയുടെ എല്ലാ തരത്തിലും ഞാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പത്രാധിപരായ സമയം മിക്കവാറും പത്രങ്ങൾ മാറ്റിയിറപ്പിൽ തന്നെ എനിക്ക് അയച്ചു കിട്ടാറുണ്ട്. അതൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ അകത്തെയായാൽ തന്നെ നിങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ അഭിമാനപൂർവ്വം നിങ്ങളോട് പറയുകയാണ്. ആദരപൂർവ്വം നിങ്ങളെ ഈ സദസ്സ് വളരെ ആദരവുള്ള സദസ്സാണ്. ആ ആദരവിന് കണക്കായിക്കൊണ്ട് പുസ്തകങ്ങളൊക്കെ നടത്താൻ തയ്യാറാണ്. അന്ന് ഇത് ഒരിക്കൽ ജവഹർലാലിൻ്റെ നെഹ്റുവല്ല, ഒരിക്കൽ EMS പറഞ്ഞാൽ MS ആയാലും ജവഹർലാൽ നെഹ്റു ആയാലും ഒക്കെ തന്നെ വായനയുടെ രംഗം അതുല്യ പ്രതിഭകളാണെന്ന് നമുക്കറിയാം. അവരാണ് നമുക്ക് ഭാവിയെ സൃഷ്ടിക്കുന്നതെന്നും നമുക്കറിയാം. നമ്മൾ ഭാവി ജീവിതത്തിൽ സൃഷ്ടിക്കുന്നത് നമ്മൾ ഒരിക്കൽ EMS പറയുന്ന പത്രങ്ങളെല്ലാം തന്നെ ആരെങ്കിലും കത്തിച്ച് തളയ്ക്കാൻ ഒരു പുസ്തകം ബാക്കിയാവും. ആ പുസ്തകം ജീവിതത്തിൻ്റേതാവും, ലോകത്തിൻ്റേതാവും എന്ന് പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. അതുകൊണ്ട് പുസ്തകത്തിൻ്റെ സംസ്കാരത്തിലേക്ക് പോകാൻ നമുക്ക് ഈ സദസ് ചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്